നിയമസഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. പക്ഷെ അതിനിടയിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ ശബരിമല സ്വർണ്ണപ്പള്ളി വിവാദവുമായി ബന്ധപ്പെട്ട് സഭയിൽ ഇന്നും വലിയ ബഹളം തന്നെയാണ്. തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംസാരിച്ചത്. ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോഴും കേൾക്കാം പ്രതിപക്ഷത്തിന്റെ ബഹളം അവിടെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ബാനർ ഉയർത്തിയതുപോലെ തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ഇന്നും സഭയിൽ വലിയ പ്രതിഷേധമുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സഭാ നടപടികളുമായിട്ട് മുന്നിലേക്ക് പോവുകയാണ് സ്പീക്കർ. ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായുണ്ട് നിയമസഭയിൽ നിന്നും. അമൽ, ഗുഡ് മോർണിംഗ്. ഇന്നും പ്രതിഷേധം തന്നെയാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പ്രതിപക്ഷം ഉറച്ചു പറഞ്ഞുകൊണ്ട് പ്രതിഷേധം അവിടെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ടതുപോലെയല്ല, സഭാ നടപടികളുമായി സ്പീക്കറും മുന്നിലേക്ക് പോകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എന്താണ് ഇന്ന് സഭയിൽ പറഞ്ഞത്? നിയമസഭയിൽ സ്വർണ്ണപ്പാളി വിഷയം ഇന്നും ആളിക്കത്തിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്നിപ്പോൾ സഭാ നടപടികൾ തുടങ്ങുന്ന കൃത്യം 9 മണിക്ക് തന്നെ സ്പീക്കർ ചെയറിലേക്ക് എത്തുന്ന അതേ സമയത്ത് തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ഉണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചു. അടിയന്തരമായി തന്നെ ദേവസ്വം മന്ത്രിയെ പുറത്താക്കണം. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ ദേവസ്വം ബോർഡ് മന്ത്രി എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു CBI അന്വേഷണം വേണം. ഈ ആവശ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് സഭയിൽ വീണ്ടും ഉന്നയിച്ചു. പക്ഷേ സ്പീക്കർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായില്ല. സഭാ നടപടികളുമായി സ്പീക്കർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും ചോദ്യോത്തരവേള പുരോഗമിക്കുന്നു. ഇപ്പോൾ മന്ത്രി വി. അബ്ദുറഹ്മാൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര സമയം സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. വലിയ ബഹളത്തിൽ മുങ്ങുകയാണ് സഭ. മന്ത്രിമാർ സംസാരിക്കുന്നത് പോലും കേൾക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സ്പീക്കറുടെ ഡയസിന് സമീപത്തേക്ക് പ്രതിപക്ഷാംഗങ്ങൾ എത്തുന്നു. ഇന്നലത്തേതിന് സമാനമായി തന്നെ ബാനറും പ്ലക്കാർഡുകളും ഉയർത്തിയുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇന്നലെ സഭാ നടപടികൾ തുടക്കത്തിൽ ചോദ്യോത്തരവേള തുടങ്ങി കുറച്ച് സമയം കഴിയുമ്പോൾ സസ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്നലെ തുടങ്ങിയ 6-ാം മിനിറ്റിലാണ് സസ്പെൻഡ് ചെയ്തത്. ഇന്നിപ്പോൾ സഭാ നടപടികൾ ആരംഭിച്ച് ഇത്രയും സമയമാകുന്നു, 10 മിനിറ്റോളം ആകുന്നു. ആ 10 മിനിറ്റോളം ആകുമ്പോഴും സഭാ നടപടികൾ സസ്പെൻഡ് ചെയ്യാൻ എന്തായാലും സ്പീക്കർ തയ്യാറായിട്ടില്ല. ബഹളത്തിനിടയിലും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എത്ര സമയം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. സ്പീക്കറുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാണ്. ഇന്നലത്തേതുപോലെ സഭ ഇനിയിപ്പോൾ ഈ പറയുന്ന 10 മണിയോട് അടുക്കുമ്പോൾ വീണ്ടും ഈ വിഷയം ഏത് തരത്തിലും ഉന്നയിക്കും പ്രതിപക്ഷം എന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ശ്രദ്ധ ക്ഷണിക്കലായും അടിയന്തര പ്രമേയ നോട്ടീസായും ഈ വിഷയം കൊണ്ടുവരേണ്ടതില്ല എന്നൊരു തീരുമാനം പ്രതിപക്ഷം എടുത്തിരുന്നു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതിനാൽ അടിയന്തര പ്രമേയ നോട്ടീസായി നൽകിയിട്ടുണ്ട് എങ്കിൽ സഭയ്ക്ക് പരിഗണിക്കുന്നതിന് പരിമിതിയുണ്ട്. അതിനാൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഇന്നത്തെ തീരുമാനം. ഏതായാലും ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണമല്ല, അടിയന്തരമായ നടപടിയാണ് വേണ്ടത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെ അവിടെ സംസാരിക്കുന്ന ഭരണപക്ഷത്തുള്ളവരും വിമർശനം ഉയർന്നുണ്ടായിരുന്നു. തിരികെ സഭാ നടപടികളിലേക്ക്. ഉപകരണങ്ങൾ പർച്ചേസ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് SKF ഏറ്റെടുത്ത് നടത്തുന്നത്. രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിച്ച കായിക ഉച്ചകോടി, സന്തോഷ് ട്രോഫി, ദേശീയ വനിതാ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻസ്, അന്താരാഷ്ട്ര ചെസ് ഫെസ്റ്റിവൽ തുടങ്ങി സംഘടന നിരവധിയായ കാര്യങ്ങൾ SKF നടത്തിയിട്ടുണ്ട്. സർ, കേരളത്തിൽ സർക്കാർ എത്ര സിന്തറ്റിക് ട്രാക്കുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിർമ്മിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാമോ? സർ, ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരു സിന്തറ്റിക് ട്രാക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ സംസ്ഥാനത്ത് 16ഓളം സിന്തറ്റിക് ട്രാക്കുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, കായിക രംഗത്ത് ഈ സർക്കാർ ആരംഭിച്ച വിപുലമായ പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം. ഈ പദ്ധതിയുടെ പുരോഗതി വിശദമാക്കാമോ സർ? യെസ് മിനിസ്റ്റർ. സർ, നമ്മുടെ സംസ്ഥാനത്ത് 425 പഞ്ചായത്തുകൾക്കാണ് സ്വന്തമായി കളിക്കളം ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ 167 പഞ്ചായത്തുകൾക്ക് കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതികൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. ഏകദേശം 67 സഭാ നടപടികൾ തുടരുമ്പോഴും നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും തുടരുകയാണ്.